പൗവലിൽ നിന്നുള്ള നന്മയുടെ ഒരു ചിത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പൗവലിലുള്ള നന്മയുള്ള രണ്ട് മനുഷ്യരെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആ മനുഷ്യരുടെ പേര് ബഷീർ എന്നാണ്. ആ മനുഷ്യരുടെ പേര് അബൂബക്കർ എന്നാണ്. നാട്ടുകാരുടെ പ്രിയപ്പെട്ടവർ. അവർ ചെയ്യുന്ന നന്മ എന്താണെന്നറിഞ്ഞാൽ നമ്മളും കൈയടിച്ചു പോവും, നമ്മളും പ്രാർത്ഥിച്ചു പോവും. സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന കുട്ടികളെ തിരക്കേറിയ പൗവൽ ടൗണിലെ റോഡിൽ നിന്നും കൈപിടിച്ച് അക്കരയും ഇക്കരയും എത്തിച്ചു കൊണ്ടിരിക്കുന്ന സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യരാണവർ. കഴിഞ്ഞ 20 വർഷത്തോളമായി അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പൗവൽ മദ്രസയിൽ മാത്രം 1000-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. പൗവൽ സ്കൂളിലും 100-ലേറെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. കുഞ്ഞു മക്കളാണ് അധികവും. അതിരാവിലെ 6 മണിക്ക് അവർ കുട്ടികളെ കൈപിടിച്ച് റോഡ് മുറിച്ച് കിടത്താൻ ഇവിടെ എത്തും. മദ്രസ വിടുന്ന, സ്കൂൾ തുടങ്ങുന്ന 10 മണി നേരത്തും അവർ എല്ലാ തിരക്കും മാറ്റിവെച്ച് ഓടിയെത്തും കുട്ടികളെ കൈപിടിച്ച് അക്കരെ എത്തിക്കാൻ. വൈകുന്നേരം വീണ്ടും സ്കൂൾ വിടുന്ന നേരത്തും അവരുണ്ടാവും. ബഷീർ ചെയ്യും, ഔക്കർ ചെയ്യും പൗവലിൻ്റെ പ്രിയപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഒരു ജോലിയോ വരുമാനമോ ഇല്ലാത്തവർ. പക്ഷെ എന്നിട്ടും എവിടെയും പോവാതെ രാവിലെയും വൈകുന്നേരവും അവർ ഇവിടെ തന്നെ ഉണ്ടാവും. ഓരോ കുട്ടികളും സ്വന്തം കുട്ടികളാണെന്നുള്ള ചിന്തയിലാണ് അവരുടെ കൈ പിടിക്കുന്നത്, റോഡിൻ്റെ അപ്പുറത്തെത്തിക്കുന്നത്. ഒരുപാട് അപകടങ്ങൾ നേരിട്ട് കണ്ടതിൻ്റെ സങ്കടം, ഒരുപാട് കുഞ്ഞുമക്കൾ അപകടത്തിൽ പെട്ടുപോയതിൻ്റെ നൊമ്പരം, അതൊക്കെയാണ് ഈ ജോലിയിലേക്കെത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് രണ്ടുപേരും പറയും. അതായത് കടത്താനുള്ള കാരണം ഇങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ രാവിലെ മദ്രസയിലൊക്കെ എല്ലാം പോകുമ്പോൾ ഭയങ്കര അറിയാണ്ട് പാഞ്ഞിറന്ന്. അപ്പോൾ അത് നമ്മൾ കണ്ണേനെ തൊട്ട് വന്ന് 2-3 ആക്സിഡൻറ്റ് 4-5 കൊല്ലം മുമ്പ് പറ്റിയിന്. അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് അങ്ങനെ വലിയ പണിയെടുക്കാനും കഴിയുന്നില്ല, വയസ്സുമായി. അപ്പോൾ പിന്നെ ഞാൻ കണക്കൂട്ടി ഇതിനെ നോക്കാനും നിൽക്കാം രാവിലെയും വൈകുന്നേരവും എന്ന് പറയുന്നത് നോക്കാൻ കഴിഞ്ഞതാണ്. അപ്പോൾ അത് അതിൻ്റെ ശേഷം പോകുന്ന 2-3 കൊല്ലമായി. ഗേറ്റെല്ലാം ആക്കിയിട്ട് വെച്ചിട്ട് ഒരു ലൈബ്രറി സ്റ്റോപ്പെല്ലാം ഉണ്ടാക്കി തന്ന് പിടിക്കുമ്പോൾ അത് പിടിച്ചെങ്കിൽ വണ്ടി കേൾക്കും പറഞ്ഞിട്ടില്ല, കേൾക്കുന്നില്ല. ഞാനൊരു ഭാഗത്ത് പോകുമ്പോൾ വണ്ടി എൻ്റെ ബാക്കിൽ ഓടിയിട്ട് പോകുന്നു. അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടായിന്. എനിക്ക് മുട്ടിയില്ല എന്നല്ല, അതൊന്നും ആയിട്ടില്ല. പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ അയവക്ക് വരയിട്ട് തന്ന് കുഞ്ഞുങ്ങളെ ഈലെ കൂടി കടത്തിക്കോ, എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചെങ്കിൽ നിങ്ങൾ മൺപാൾ വരെ കൊണ്ടുവരി അങ്ങ് നോക്കും എന്നും പറഞ്ഞ് അങ്ങനത്തെ എല്ലാ അവസ്ഥയുണ്ടായിട്ട് ഇങ്ങനെ ഇപ്പോൾ കഴിഞ്ഞു പോകുന്നതാണ്. ഇവിടെ നടത്തുന്ന കുറേ കൊല്ലായി, 10-20 കൊല്ലായി. അപ്പം ഇവിടെ മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടത്തുന്ന ഞാനാണ്. അതേപോലെ ഉപ്പറിച്ചല്ല അബൂബക്കറുണ്ട്. അതാണ് നമ്മളെ ഒരു ഇത് കാണുമല്ലോ, നമുക്ക് ദൈവത്തിൻ്റെ ഒരു അനുഭൂതി കിട്ടും. അതാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കുന്നത്. പൗവലിലെ സാമൂഹ്യ സംഘടനകളും നാട്ടുകാരുമൊക്കെ അവരെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെ ചേർത്ത് നിർത്തുന്നുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സേവനത്തിന് അവർക്ക് ഒന്നും കിട്ടിയില്ല എന്ന്, അവരെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട്. പക്ഷെ അപ്പോഴും ഒരു പരാതിയുമില്ലാതെ, ആരോടും പരിഭവം പറയാതെ അധികാരികൾ എന്നെങ്കിലും ഞങ്ങളുടെ സേവനം കാണുമെന്നുള്ള വിശ്വാസത്തിൽ രണ്ടുപേരും മഴയെയും വെയിലിനെയും വകവെക്കാതെ ഓരോ ദിവസവും ഇവിടേക്ക് ഓടിയെത്തുകയാണ്. പ്രിയമുള്ളവരെ, മുമ്പൊക്കെ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് രാവിലെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുമ്പോൾ ആ വീട്ടിലെ അമ്മമാർക്കും ഉമ്മമാർക്കും മറ്റുള്ള ആളുകൾക്കും ഒരു ഭയം പോലെയായിരുന്നു. കാരണം ഈ ചീറിപ്പായുന്ന വാഹനങ്ങൾ ഇതൊക്കെ ഉള്ള ഈ ഒരു സമയത്ത് എങ്ങനെയാണ് കുട്ടികൾ റോഡ് മുറിച്ച് കടന്നുകൊണ്ട് സ്കൂളിലേക്ക് പോവുക എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യചിഹ്നം പോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ അതൊക്കെ മാറിക്കിട്ടിയിരിക്കുന്നു. 2 വ്യക്തികൾ രാവിലെ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളെയും അതുപോലെ തന്നെ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴും സ്കൂൾ വിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന സമയത്തും വളരെ സുരക്ഷിതമായിക്കൊണ്ട് അവരെ റോഡ് മുറിച്ച് കടത്താൻ ഇവർ സഹായിക്കുന്നുണ്ട്. എന്നും ഈ ഒരു സേവന രംഗത്ത് ഇവർക്ക് മിന്നത്തിളങ്ങുവാൻ സാധിക്കുമാറാവട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറയും. അപ്പോൾ എനിക്ക് ഇൻഡിക്കേറ്റർ ഇടാൻ മറന്നുപോയി.
ഇൻഡിക്കേറ്റർ ഞാൻ വണ്ടി കട്ടാകും മറ്റേ വണ്ടിക്കാരൻ ബൈക്കുകാരൻ വന്നിട്ട് എന്നെ കുത്തി തെപ്പിച്ച് വണ്ടിക്ക് കുറച്ച് 10-20,000 രൂപ ചെലവ്, അയാൾക്ക് ആശുപത്രി 10,000 രൂപ ചെലവ്, എനിക്ക് ഒരു ഉറുപ്പൻ്റെ ഗുളിക വരെ വാങ്ങേണ്ടത് തന്നിട്ടില്ല. അപ്പോൾ നാട്ടുകാർ പറഞ്ഞ് ആ കുഞ്ഞുങ്ങളെ പ്രാർത്ഥന അതാണ് അയാൾക്ക് സംഭവിച്ചത്. ഒന്ന് ബെഞ്ച് കോർട്ട്, ഒന്ന് സ്റ്റോറിൻ്റെ അടുത്ത്, 2 ആക്സിഡൻറ്റ് എന്തായിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനെ കുട്ടിയെങ്കിലും എവിടെയും ഗാഡിയിൽ പെട്ടോ പറഞ്ഞിട്ട് 16-ന്റെ വണ്ടി 13-ന് കൊടുത്തിട്ട് ഇപ്പോൾ 6 മാസമായി വണ്ടി ഇല്ലാണ്ട് നടക്കുന്നത്. അടുത്ത് വീടെടുത്ത് പിന്നെ പള്ളിയെടുത്ത് പിന്നെ വേണമല്ല. പിന്നെ മക്കൾക്കെല്ലാം വണ്ടി കാര്യമെല്ലാം ഉണ്ട്. അപ്പോൾ ഓർക്ക് വീട്ടിലേക്ക് വേണ്ട സാധനം അവർ കൊടുന്നോളൂ, സ്റ്റോർ അവർ കൊടുന്നോളൂ. ഇതെല്ലാം ഞാൻ ഒഴിഞ്ഞ് നിന്നിട്ട് ഈ തന്നെ ഫ്രീ ആയിട്ട് നിൽക്കുന്നതാണ്. ചില മനുഷ്യർ ചില നാടിൻ്റെ സമ്പത്താണ്, അവർ ആ നാടിൻ്റെ സൗഭാഗ്യമാണ്. ചെറിയൊരു നന്മയായിരിക്കാം ചിലപ്പോൾ നമുക്ക് വലിയ ഉപകാരമായിട്ട് മാറുന്നത്. ആയിരക്കണക്കിന് കുഞ്ഞുമക്കളെ കൈപിടിച്ചതിന് പകരമായിട്ട് പടച്ചവൻ നാളെ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിക്കുമെന്നുള്ള വിശ്വാസവും ആഗ്രഹവുമാണ് അവരെ ഈ സേവനത്തിന് പ്രേരിപ്പിക്കുന്നത്. അതുതന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയും. ആയിരക്കണക്കിന് കുഞ്ഞുമക്കളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും പ്രാർത്ഥനകളിൽ ഈ മനുഷ്യരുണ്ടാവും.